വിവിറ്റോ വിജയനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഹലോ, സോറി. എല്ലാവർക്കും നമസ്കാരം. കേരള അസോസിയേഷൻ സ്റ്റാഫ് ബോർഡിന്റെ 2025 ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങൾക്ക് വേണ്ടി ഇവിടെ ഞങ്ങളോടൊപ്പം സഹകരിച്ച് ഒത്തുകൂടിയിരിക്കുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും കേരള അസോസിയേഷൻ സ്റ്റാഫ് ബോർഡിന്റെ എല്ലാ മെമ്പേഴ്സ്, നോൺ മെമ്പേഴ്സ് ആയിട്ടുള്ള എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി ഹാർദമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ക്രിസ്മസിനായിട്ട് ഒരു ചെറിയ മെസ്സേജ് പറയുക എന്നുള്ളതാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. ഈ വർഷം നമ്മുടെ വൈസ് പ്രസിഡന്റ് പറഞ്ഞ പോലെ തന്നെ കുറച്ച് ലാഗ് വന്നതിന് ശേഷമാണ് നമ്മൾ ഈ അസോസിയേഷന്റെ കമ്മിറ്റിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും അതുമായിട്ട് മുന്നോട്ട് പോവുകയൊക്കെ ചെയ്തത്. എന്നാലും കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ ഓർഗനൈസ് ചെയ്ത ഈ ഒരു ആഘോഷ രാവിലേക്ക് വന്ന് ഞങ്ങളോടൊപ്പം സഹകരിക്കാൻ സുമനസ് കാണിച്ച നമ്മുടെ എല്ലാ മെമ്പേഴ്സിനോട് ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഇന്ന് കുറച്ച് അധികം നമ്മുടെ സുഹൃത്തുക്കൾ ഇവിടെ സന്നിഹിതരല്ലാത്തവരുണ്ട്. അവർക്ക് പല കാരണങ്ങൾ കൊണ്ട് ഇവിടെ എത്തിച്ചേരാൻ പറ്റാത്തതുകൊണ്ടായിരിക്കുമെന്ന്, അസോസിയേഷനോടുള്ള നിസ്സഹകരണ മനോഭാവം അല്ലായിരിക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ഈ അസോസിയേഷൻ സ്റ്റാഫ് ബോർഡിന്റെ ഉത്തരവാദിത്തങ്ങൾ ആരുടെ കൈകളിലേക്ക് വന്നാലും ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ചുരുക്കം ചില ഇൻഡിവിജ്വലുകളുടെ ഉത്തരവാദിത്തമല്ലാതെ ഇത് നമ്മുടെ അസോസിയേഷന്റെ, നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ, നാടും വീടും വിട്ട് നമ്മളൊരു കമ്മ്യൂണിറ്റിയായി ഇവിടെ താമസിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും പരിപാടിയായിട്ട് ഇത് ഏറ്റെടുക്കാനായിട്ട് അതിനോടൊപ്പം സഹകരിച്ച് സന്തോഷിച്ച് കോഓപ്പറേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനായി നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരും ഒരുമിച്ച് നിന്നെങ്കിൽ മാത്രമേ ഇതിന്റെ ഉത്തരവാദിത്തങ്ങളും ഇതിന്റെ മുന്നോട്ടുള്ള പ്രയാണവും സുഗമവുമായിരിക്കുകയുള്ളൂ. നമ്മളെല്ലാവരും ഇവിടെ വന്ന് നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും ബിസി ലൈഫും കുട്ടികളും എല്ലാവരും ഉള്ളവരാണ്. ആരും ഇതിനുവേണ്ടി സമയം മാറ്റിവെക്കാനായിട്ടുള്ള ആൾക്കാരല്ല. പക്ഷേ ഇന്നത്തെ ഈ പരിപാടിയുടെ എൻ്റെ മുന്നിലിരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളെ കാണുമ്പോൾ എനിക്കറിയാം, നമ്മുടെ മെമ്പർഷിപ്പിൽ നമ്പറിലിൻ്റെ പകുതി മാത്രമേ ഇവിടെ ഉള്ളൂ. അതുകൊണ്ട് വന്നവരോട് എനിക്ക് ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുകയാണ്. അവരെ മുന്നോട്ടും ഇതിൻ്റെ പ്രയാണത്തിൽ ഞങ്ങളോടൊപ്പം, ഞങ്ങൾ കൈമാറ്റം ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നവരോടൊപ്പം ഈ കമ്മ്യൂണിറ്റിയുടെ ഉന്നമനത്തിന് വേണ്ടി മുന്നോട്ടുള്ള എല്ലാവിധ പ്രയാണങ്ങൾക്കും വേണ്ടി തോളോട് ചേർന്ന് സഹകരിക്കും എന്നൊരു ശുഭപ്രതീക്ഷ ഞാൻ ഈ വേദിയിൽ നിങ്ങളോടൊപ്പം പങ്കുവെക്കുന്നു. പിന്നെ ക്രിസ്മസിന്റെ ചെറിയ മെസ്സേജ് പറയാനാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. സോ when you think about Christmas, what is the true meaning of Christmas? Every year around the world, people celebrate the birth of Jesus Christ on Christmas Day. It is a day, it's a season, it's filled with Christmas carols, tree decorating, gift giving and parties. And among all the celebrations, you may be wondering what is the real meaning of Christmas? Or why do we have these Christmas traditions? Why do they have to do with Jesus? Our lives, country and world are far from perfect. There are always challenges and struggles we face, both personally and collectively. The good news of Christmas is that even when the world of our circumstances change, the message of Christmas is timeless. Because Christmas is about the birth of God's Son, Jesus. It is about how He came to give us love, hope, and joy. That message doesn't change from year to year. When there is so much bad news and devastation in the world, this is good news, worth celebrating. Christmas is a time to celebrate the birth of the Lord Jesus Christ. We celebrate Christmas because of the birth of Christ. Christ is a crucial part of the gospel. As it says in the Bible, Luke chapter 2, verses 8 to 14. And in the same region there were shepherds out in the field, keeping watch over their flock by night.
And an angel of the Lord appeared to them, and the glory of the Lord shone around them, and they were filled with great fear. And the angel said to them, "Fear not, for behold, I bring you good news of great joy that will be for all the people. For unto you is born this day in the city of David a Savior, who is Christ the Lord. And this will be a sign for you. You will find a baby wrapped in swaddling clothes and lying in a manger." And suddenly there was with the angel a multitude of the heavenly host praising God and saying, "Glory to God in the highest, and on earth peace among those with whom he is pleased." Isaiah chapter 9 verses 6 to 7. "For to us a child is born, to us a son is given, and the government shall be upon his shoulder, and his name shall be called Wonderful Counselor, Mighty God, Everlasting Father, Prince of Peace. Of the increase of his government and of peace there will be no end, on the throne of David and over his kingdom, to establish it and to uphold it with justice and with righteousness from this time forth and forevermore. The zeal of the Lord of hosts will do this." As we gather here during this beautiful Christmas season, we are reminded of what truly matters. Christmas is more than a date on the calendar. It is a feeling, a spirit, and a reminder of love, hope, and togetherness. It is a time when we pause our busy lives to reflect on the year behind us, the challenges we have faced, the lessons we have learned, and the moments that made us strong. It is also a time to be grateful for our family and friends, for kindness received and given, and for the simple blessings we often take for granted. At the heart of Christmas is love that brings people together, heals divisions, and reminds us to care for one another. Whether through a kind word, a helping hand, or simply being present, each of us has the power to make this season bright for someone else. At the heart of Christmas is love that brings people together, heals divisions, and reminds us to care for one another. As we celebrate today, may we carry the spirit of Christmas beyond this season, into the new year, and into our daily lives. Let us choose compassion over judgment, generosity over selfishness, and hope over fear. I wish each of you peace, joy, good health, and happiness this Christmas and throughout the coming year. May your home be filled with laughter, your heart with gratitude, and your days with purpose. Merry Christmas. Thank you.